എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീണ ജോർജ് രാവിലെ ഇന്ന് പുലർച്ചെ 4 മണിക്ക് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മുങ്ങി എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നേ. കാരണം നമുക്കൊക്കെ അറിയാലോ, രാവിലെ നമ്മൾ ദേശാഭിമാനി വായിച്ചപ്പം ദേശാഭിമാനിയാണ് നമുക്ക് വിശ്വസിക്കാവുന്ന ഏകപത്രം. ഗോവിന്ദ മാഷ് അന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം വായിക്കുന്ന പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ വളരെ ക്ലിയറായി പറഞ്ഞിരുന്നു, വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ തുടരുന്നു. നിങ്ങൾ ദേശാഭിമാനി പത്രത്തിൽ ഏറ്റവും മുകളിൽ തന്നെ ആ വാർത്തയാണുള്ളത്. വീണ ജോർജ് ICUവിൽ തുടരുന്നു. മാത്രമല്ല അതിൽ മെഡിക്കൽ സംഘത്തിന്റെ, കാരണം ഒരു വിശദമായ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ആ സംഘം നൽകിയിരുന്നു. അതായത് ഒരു 13 അംഗ മെഡിക്കൽ ബോർഡാണ് രൂപീകരിച്ചത് കേട്ടോ. കാരണം ഈ നമ്മുടെ ഇവരൊന്നും വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ ഈ സർക്കാർ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞാലേ ഈ 13 അംഗ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുമാർ ഉൾപ്പെട്ട 13 അംഗ സംഘം ഇന്നലെ രാത്രി പുറത്തിറക്കിയ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു, അതീവ ഗുരുതരാവസ്ഥയിലാണ്, കഴുത്ത് അനക്കാൻ പാടില്ല, പരിപൂർണ വിശ്രമം വേണം, അതിനുള്ള മെഡിസിൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു മൂലല്ല, എന്താ പറയാ, ഈ ഡിസ്കിന്റെ ഇടയിലുള്ള അതിന്റെ മൂലാഗ്രത്തിന് ചതവ് പറ്റിയതാണ്, ആരോഗ്യമന്ത്രിക്ക് ദീർഘനാൾ ചികിത്സ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദേശാഭിമാനിയിലുണ്ട്. ഈ ദേശാഭിമാനി രാവിലെ പുറത്തിറങ്ങിയത് നമുക്ക് കിട്ടുന്നത് രാവിലെ ഒരു 7 മണിയോടെയാണ് എനിക്ക് ദേശാഭിമാനി കിട്ടിയത് കേട്ടോ. അപ്പൊ ദേശാഭിമാനി ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ വീണ ജോർജ് ആശുപത്രിയിൽ നിന്ന് പോയി. അതായത് വീണ ജോർജ് സഖാക്കന്മാരെ മുഴുവനും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാനിവിടെ പറയുന്നില്ല, ഈ വീണ ജോർജ് സഖാക്കന്മാരെയും അന്തം കമ്മികളെയും ദേശാഭിമാനിക്കാരെയും ഒക്കെ ഒരു നല്ല ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ എയറിലാക്കി എന്നൊക്കെ പറഞ്ഞോളെ, അവരൊക്കെ എയറിലാക്കി വടി പിടിപ്പിച്ചു. വീണ ജോർജ് മുങ്ങി. അപ്പൊ ഇവിടെ ഈ മെഡിക്കൽ സംഘം ഉണ്ടല്ലോ, 13 അംഗ മെഡിക്കൽ സംഘം, വിദഗ്ധ ഡോക്ടർമാർ, പരിയാരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ ഇന്നലെ രാത്രി ഇവർ പറഞ്ഞത് പുലർച്ചെയാവുമ്പോഴത്തേക്ക് ആവിയായി പോയി. അപ്പൊ ജയശങ്കർ വക്കീൽ പറഞ്ഞത് ശരിയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ, എന്താ പറയാ, ഒരു മെഡിക്കൽ സ്ഥാപനമല്ല അത് AKG സെന്ററിന്റെ ഒരു ഉപവിഭാഗമാണ്. CPM-ന്റെ ഓഫീസാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞതിനനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഗോവിന്ദൻ പറയണം, അപ്പം ഗോവിന്ദനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയോ അല്ലെങ്കിൽ കാരണഭൂതം നേരിട്ടോ പറയുന്നതിനനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, കഴുത്തിന് മാരകമായ പരിക്കേറ്റ് ICUവിൽ കഴിയുന്ന വീണ ജോർജ് അതീവ ഗുരുതരാവസ്ഥയിലാണ്, കഴുത്തിന് പ്രശ്നമാണ്, ദീർഘനാൾ ചികിത്സ വേണം എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ വിശദമായി ദേശാഭിമാനിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പുലർച്ചെ 4 മണിക്ക് അവരെ കാണാനില്ല, അവർ പോകുന്നു. എന്തായാലും പുലർച്ചെ 4 മണിക്ക് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ആവില്ല, അതിൻ്റെതായ സമയമുണ്ട്. മാത്രമല്ല ICUവിൽ നിന്ന് ഡിസ്ചാർജ് ആയി നേരെ പോകാനും സമ്മതിക്കില്ല. പിന്നെ പോകുന്നത് എങ്ങനെയാണ്? ഹെലികോപ്റ്ററിലല്ല പോകുന്നത്, ആംബുലൻസിലല്ല പോകുന്നത്, മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ പോവുകയാണ്, കാറിൽ പോവുകയാണ്. രാവിലെ പറഞ്ഞു കേട്ടത് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതാണ്. തിരുവനന്തപുരത്തേക്ക് സ്വന്തം കാറിൽ 400-450 കിലോമീറ്റർ കാർ ഓടിച്ചു പോവുകയാണെന്നാണ് കേട്ടത്. ഇപ്പം ഏറ്റവും പുതിയ വാർത്ത, ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു, വീണ ജോർജ് പത്തനംതിട്ടയിലെ അവരുടെ വീട്ടിൽ സുഖമായിരിക്കുന്നു. ഈ അന്തംകമ്മികളെ നാടുകളെ നടന്ന് ബോംബ് എറിയാനോ, ഈ പാവം നമ്മുടെ VD സതീശന്റെ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വലിച്ചു കീറാനും കല്ലെറിയാനും, നമ്മുടെ ചിന്താ ജെറോം, അതായത് സ്ത്രീപക്ഷ നായികയായ ചിന്താ ജെറോമിന്റെ ഒരു മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നു ഇന്നലെ. മുദ്രാവാക്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ കേൾക്കുമ്പോൾ, നമ്മൾ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ആ മുദ്രാവാക്യത്തിനോടൊപ്പം ഏറ്റുവിളിച്ചു പോകും. പക്ഷേ CPM-നെ സംബന്ധിച്ചും DYFI എല്ലാം സംബന്ധിച്ചും പുരോഗമന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊപ്പവും അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സ് ആണ്. ഞാൻ എല്ലാ ഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. പറഞ്ഞ മനസ്സിലായല്ലോ, ഞാൻ എല്ലായ്പ്പോഴും സ്ത്രീപക്ഷ നിലപാട് കൈക്കൊള്ളുന്ന ആളാണ്. പക്ഷെ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചുപോയി, ചില്ലറ മുദ്രാവാക്യം ഒന്നും അല്ലല്ലോ വിളിച്ചത്, അല്ലേ?
മുദ്രാവാക്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ കേൾക്കുമ്പോൾ നമ്മൾ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ആ മുദ്രാവാക്യത്തിനോടൊപ്പം ഏറ്റുവിളിച്ചു പോകും. അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെന്ന് ആരെക്കുറിച്ചാണ്? കെ എസ് സിക്കാരെ വിശേഷിപ്പിച്ചതാണ്. അച്ഛനില്ലാത്ത നേരത്തെ അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന് വിളിച്ച ചിന്താ ജെറോമിനുണ്ടല്ലോ, ചൂലെടുത്ത് അടിച്ചാലും മതിയാവില്ല കേട്ടോ. ചൂലെടുത്ത് അടിച്ചാലും മതിയാവില്ല. ഇപ്പം ന്യായീകരിച്ച് മെഴുകുകയാണ്. ഞാൻ ഭയങ്കര സ്ത്രീപക്ഷവാദിയാണ്, ഞാൻ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെയാണ്. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെയും സ്ത്രീപക്ഷവാദികളുടെ കൂടെയും. അതുകൊണ്ട് ചിന്താ ജെറോമിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിന്താ ജെറോമിനെക്കാളും വലിയ ഒരു നേതാവുണ്ടല്ലോ, ആർഷോ ഭയങ്കര വികാര തള്ളിച്ചയിൽ പറയുന്നുണ്ട്. വീണ ജോർജിനെ മറ്റേ ഇതാക്കി നോക്കെ. ആർഷോ പണ്ട് ചെയ്ത നമുക്കറിയാലോ, സഹപാഠിയായ മറ്റൊരു സഖാവിനെ ആ വിദ്യാർത്ഥിനിയുടെ മുഖത്ത് നോക്കിയിട്ട് എടി പലച്ചി, ഇങ്ങനെ വിളിച്ചത്, എടി പലച്ചി, നിനക്ക് ഞാൻ തന്തയില്ലാത്ത കുട്ടീനെ ഉണ്ടാക്കി തരുമടി എന്ന് പറഞ്ഞവനാണ് ആർഷവും ചിന്താ ജെറോമും ഒക്കെ നല്ല നല്ല ടീമാണ് അല്ലേ? സ്ത്രീപക്ഷമല്ലോ. ഈ കേരളത്തിലെ അമ്മമാരെ മുഴുവനല്ല അധിക്ഷേപിച്ചത് അല്ലേ? അച്ഛനില്ലാ നേരത്ത് അമ്മ ഉണ്ടാക്കിയ പട്ടിക്കുഞ്ഞുങ്ങളെയാണ് കെ എസ് സിക്കാരെ വിളിച്ചത്. എന്റെ മക്കളെ, ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടേ ആ മുതല് വീട്ടിൽ പോയി കിടക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? കഴുത്തിലെന്തോ മാരകായുധം. ഇന്നത്തെ ദേശാഭിമാനി മാരകായുധം. എന്തൊരു ഗവൺമെന്റ് ഉണ്ടല്ലോ, എന്താ അവന്റെ പേര്, അഭിലാഷ്, മൊഴി കൊടുത്തത്. FIR അങ്ങനെയാണ്. അവളെ കൊല്ലടാ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ ആഞ്ഞു വെട്ടി. പോലീസുകാരന് കുറെ വെള്ളം കുടിക്കും. ഏതായുധം തെരഞ്ഞു പിടിക്കണ്ടേ? ആയുധം ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ, ഒരു നാടകം കളിച്ചിട്ട് എല്ലാവരും അല്ലേ, ഒരു സമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കിയിട്ട് വീണ ജോർജ് വീട്ടിൽ പോയി കിടക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത് പറ? കഴുത്ത് ചിലപ്പോൾ ഒഴുക്കും, കഴുത്തിന് വേദന ഒക്കെ ശരി തന്നെ, ചികിത്സ വേണം, ഒക്കെ വേണം. ഇത് പറ്റിക്കല്ലായിരുന്നു അല്ലേ? കേരളീയ സമൂഹത്തെ മുഴുവൻ പറ്റിക്കല്ലായിരുന്നു ഈ അമ്മ. മര്യാദയ്ക്ക് കഴുത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നെങ്കിൽ ICUയിൽ കിടക്കില്ലേ അല്ലേ? കാറിൽ നിങ്ങൾ ആലോചിക്കണം, കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വരെ കാറിൽ യാത്ര ചെയ്ത് ഇപ്പൊ അവിടെ ഉല്ലസിക്കുകയാണ് വീട്ടില്. ഈ അമ്മക്ക് എന്താ അസുഖമുള്ളത്? കഴുത്തിന് എന്താ കഴുത്തിന്? ആ കഴുത്തിന് എന്തോ ഒരു സാധനം ഇട്ടീനല്ലോ, ഒരു മറ്റേ ട്രൗസർ കഴുത്തിന്, അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയുണ്ട്. ഇതിങ്ങനെയാണ്. ഇവിടെ പോയി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പെത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മാർച്ച് 2-ാം തീയതി വരെയുള്ള പരിപാടികൾ മാറ്റിവെച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രിയെ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഡിസ്ചാർജ് ചെയ്തിരുന്നു. അത് ഫുൾ വിറ്റാണല്ലോ. അതായത് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഡിസ്ചാർജ് ചെയ്തിരുന്നു. ഈ മെഡിക്കൽ ബോർഡാണ് ഇന്നലെ രാത്രി പറഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലാണ്, ഇവിടെ തന്നെ കിടക്കേണ്ടി വരും, അനങ്ങാൻ പാടില്ല എന്നൊക്കെ. രാവിലെ പൊൽച്ചക്ക് മെഡിക്കൽ ബോർഡിന് തോന്നി, അല്ല അയ്യമ്മ പോയിക്കോട്ടെ. എന്തൊക്കെ കാണണം നമ്മളല്ലേ? ഇതിന് നാടകം എന്നൊന്നല്ല പറയാം, എന്താ പൊറാട്ട് കളി അല്ലേ? സമ്മതിച്ചു മക്കളെ, സമ്മതിച്ചുങ്ങളെ. അങ്ങനെ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഡിസ്ചാർജ് ചെയ്തിരുന്നു. 4 ദിവസം പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ തുടരുന്നുണ്ടോ? അത് വലിയ കാര്യം. ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ തുടരുന്നുണ്ട്. പിന്നെന്താണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോളോ അപ്പ് ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ വീട്ടിലാണ് മന്ത്രി വിശ്രമത്തിലുള്ളതെന്നും ഓഫീസ് അറിയിച്ചു. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. കണ്ണൂർ പരിയാരത്ത് നിന്ന് പുലർച്ചെ പുറപ്പെട്ട ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നില്ല. പരിയാരത്ത് നിന്ന് തുടർ ചികിത്സക്ക് റഫർ ചെയ്തത് തിരുവനന്തപുരത്തേക്കായിരുന്നു. അതൊക്കെ ഇതിന്റെ അടുത്ത് സംഭവിച്ചിട്ടോ. തിരുവനന്തപുരത്തേക്ക് റഫർ ചെയ്തു, പക്ഷെ മന്ത്രി തിരുവനന്തപുരത്തും പോയില്ല. അതിന്റെ ആവശ്യമില്ലാന്ന്. ഇതൊക്കെ നമ്മളൊരു നാടകം കളിച്ചതല്ലേ? എന്റെ ഡോക്ടർമാർ നിങ്ങളെന്ത് വിചാരിച്ചിട്ടാണ് തുടർ ചികിത്സക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് പറഞ്ഞത്? നമ്മൾ നാടകം കളിച്ചല്ലേന്ന്.
അമ്മാരി ആ കെ എസ് സിക്കാരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാടകം കളിച്ചല്ലേ. നിങ്ങൾ ഇന്നത്തെ തിരുവനന്തപുരത്തെ മറ്റേ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നതൊന്നും വേണ്ടാതെ നമ്മൾ വീട്ടിൽ പോയിന്നോളാം, വീട്ടിൽ പോയി നമ്മൾ വിശ്രമിച്ചോളാം എന്ന് പറഞ്ഞിട്ട് 36 പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് എത്തി. ഡോക്ടർമാരും അവസാനം എന്തായി അതന്നെ. ദൈവമേ, യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധം ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയത് ഇന്നലെ വൈകിട്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണത്രേ. എന്താണ്, യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധം ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയത് ഇന്നലെ വൈകിട്ടായിരുന്നു. ഇടയ്ക്ക് പത്തനംതിട്ട വീട്ടിലേക്ക് പോകുമെന്നും കോട്ടയത്ത് ഏതോ സ്വകാര്യ ആയുർവേദ ഒഴിച്ചിൽ കേന്ദ്രത്തിലേക്ക് പോകുമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ എവിടെയും മന്ത്രി എത്തിയതായി ഒരു വിവരവും ഇതുവരെ ഇല്ലെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് പരിഹസിച്ചിരുന്നു. മന്ത്രിയുടെ ഓഫീസിനും പാർട്ടിക്കും മറുപടി ഉണ്ടോ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കൊടുക്കുകയാണ്. മുഹമ്മദ് ഷമ്മാസ് ആണ് വളരെ എന്താ പറയാ വളരെ വീറോടെ ഈ ആരോഗ്യമന്ത്രിക്കെതിരെ എന്ത് ചെയ്ത നിലപാട് എടുത്തിരുന്നു കേട്ടോ. ഷമ്മാസാണ്, എനിക്ക് തോന്നുന്നു ഷമ്മാസാണ് ഈ ഒരു പവൻ ഈ ചിത്രം ആരോഗ്യമന്ത്രിയെ KSUക്കാർ ആക്രമിക്കുന്ന വല്ല പടവും ഉണ്ടെങ്കിൽ ഒരു പവൻ സമ്മാനം പ്രഖ്യാപിച്ചതും ഷമ്മാസാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വീണ ജോർജിന് ട്രോഫി അയച്ച് KSU, അത് നന്നായി. KSUവിന്റെ വക ഒരു ട്രോഫി. എന്തിനാണ് ട്രോഫി? അഭിനയത്തിന് കയ്യോടെ ഇപ്പം വരമ്പത്ത് നിന്ന് തന്നെയാണ് കൂലി എന്ന് പറഞ്ഞ പോലെ അഭിനയ പ്രതിഭയ്ക്ക് ട്രോഫി KSUക്കാർ അയച്ചു കൊടുത്തു. അതേതായാലും നന്നായിട്ടോ. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ട്രോഫിയും മെഡിക്കൽ നെക്ക് കോളറും, അവിടെ വെക്കാനുള്ള മെഡിക്കൽ നെക്ക് കോളറും തപാൽ വഴി അയച്ചു നൽകി KSU പരിഹസിച്ചിരുന്നു. വായുവിൽ പരിക്കേറ്റ മികച്ച അഭിനയ മന്ത്രിക്കുള്ള അവാർഡ് എന്നാണ് KSUവിന്റെ പരിഹാസം. അതാണ് വായുവേറ്റ് പരിക്കേറ്റവൾ അല്ലേ, കാരണം മുദ്രാവാക്യം വിളി ഉണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, KSU പ്രവർത്തകരുടെ ആ മുദ്രാവാക്യം വിളിയുടെ ആ ശബ്ദ തരംഗങ്ങൾ, ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ശബ്ദ തരംഗങ്ങൾ ഇങ്ങനെ ഭയങ്കര ഫ്രീക്വൻസിയുള്ള ശബ്ദ തരംഗങ്ങൾ കഴുത്തിന് തട്ടിയതാണ്. അതാണ് കഴുത്തിന് മുറിവേറ്റത്. മുറിവല്ല ചതവേറ്റത്. അങ്ങനെയാണ് ഈ കശേരുക്കള് ഒട്ടിപ്പിടിച്ചതും അതിന്റെ മൂലാഗ്രം എന്തോ ഒരു ഡിസ്ലൊക്കേറ്റ് ചെയ്തതും. അപ്പോഴാണ് ഈ മറ്റേ മൂലാണെന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായത്. ഏതായാലും അതൊന്നും വേണ്ട ഏതായാലും. അപ്പൊ ആരോഗ്യമന്ത്രി വായുവിലൂടെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നും KSU ആരോപിക്കുന്നു. തിരുവനന്തപുരത്തും KSU സമരവുമായി മുന്നോട്ട് പോകുമെന്നും കരിങ്കൊടിയുമായി വരുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം ICUവിലായതുകൊണ്ടാണെന്നും ഫർഹാൻ മുണ്ടേരി പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ. അപ്പൊ ഏതായാലും സമാധാനിക്കാം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ വിശ്രമിക്കുകയാണ്. അവർ കഴിഞ്ഞ 3 ദിവസം നടത്തിയത് മുഴുവനും നാടകമായിരുന്നു എന്ന് അവരെ സമ്മതിച്ചു. ഏതായാലും ഇതിന് ഒപ്പം ഭയങ്കര ബഹളം കൂട്ടിയ ഈ നാട്ടിലെ അമ്മമാരെ മുഴുവനും അച്ഛനില്ലാത്ത നേരത്ത് പട്ടിക്കുഞ്ഞുങ്ങളെ ജന്മം നൽകാൻ വേണ്ടിയിട്ട് പറയുന്നതിൽ വിഷമമുണ്ട് കേട്ടോ. ആ ചിന്താ ജെറോമിന്റെ എന്തോ മുഖനി കാണിക്കരുത് കേട്ടോ, ഒരു വൃത്തികെട്ട ജന്തു. രണ്ടും സമാണ്, ആർഷോയും ഈ ചിന്താ ജെറോമും. ഇതൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കണം. ഞാൻ അരികുവൽക്കരിക്കപ്പെട്ടവരോടൊപ്പമാണ്, ഞാൻ അമ്മമാരോടൊപ്പമാണ്. പക്ഷെ മുദ്രാവാക്യം വിളിച്ചുപോയി.